ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ശ്രേണി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താ? ആൾജിബ്ര ഓഫ് സീക്വൻസസ്, ശ്രേണികളുടെ ബീജഗണിത രൂപം. അപ്പം എക്സാം നിങ്ങളോട് ഇതെങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ചാൽ, ഒരു സീക്വൻസ് തരും, എന്നിട്ട് പറയും, ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ട് പറയും ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. അല്ലെങ്കിൽ വേറെ എങ്ങനെയാണ് ചോദിക്കുക, ഈ ശ്രേണിയുടെ എണ്ണാം പദം എഴുതുക. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്, രണ്ട് രീതിയിൽ ചോദിച്ചാൽ ഒരേ ഉത്തരം എഴുതേണ്ടത്. ഈ ശ്രേണിയുടെ എണ്ണാം പദം എഴുതുക, റൈറ്റ് ദ nth ടേം ഓഫ് ദിസ് സീക്വൻസ്. എങ്ങനെയൊക്കെ ചോദിക്കുക? ഒന്ന് ചോദിക്കുക, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. അല്ലെങ്കിൽ ഈ ശ്രേണിയുടെ എണ്ണാം പദം എഴുതുക, റൈറ്റ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. മനസ്സിലായില്ലേ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്? ഇനി നമുക്ക് എന്താണ് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം, എന്താണ് ഒരു ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതി നോക്കാം. എഴുതാനായിട്ട് നമുക്ക് ഒരു കള്ളി വരച്ചിട്ട് പൊസിഷൻ, സ്ഥാനം പിന്നെ ടേം, പദം ആക്കി തിരിക്കാം. ആദ്യം എന്താ എഴുതേണ്ടത്? ആദ്യം സ്ഥാനം, പൊസിഷൻ. രണ്ടാമത് എഴുതേണ്ടത് ടേം, പദം. ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം ഏതാ? 6. അപ്പോൾ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനുള്ളത് 6. രണ്ടാമത്തെ സ്ഥാനത്തുള്ള ടേം 12. മൂന്നാമത്തെ സ്ഥാനത്തുള്ള ടേം 18. നാലാമത്തെ സ്ഥാനത്തുള്ള ടേം 24. അപ്പൊ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് nth പൊസിഷനിലുള്ള ടേം ആണ്. nth പൊസിഷനിലുള്ള ടേമിനെയാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ nth പൊസിഷനിലുള്ള ടേം ഒന്ന് കണ്ടെത്തണം. ഫസ്റ്റ് പൊസിഷനിലുള്ള ടേം നമുക്ക് എങ്ങനെ എഴുതാം? 6 അല്ലേ, 1 × 6 എന്ന് എഴുതാം 6നെ. സെക്കൻഡ് പൊസിഷനിലുള്ള ടേം 12, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം. തേർഡ് പൊസിഷനിലുള്ള ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 6 എന്ന് എഴുതാം 18. ദെൻ ഫോർത്ത് പൊസിഷനിലുള്ള ടേമിനെ എങ്ങനെ എഴുതാം? 24 എന്ന് പറഞ്ഞാൽ 4 × 6. ദെൻ nth പൊസിഷനിലുള്ള ടേം നമുക്ക് എങ്ങനെ എഴുതാം? nth പൊസിഷനിലുള്ള ടേമിന് n × 6. അതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക xn ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ? xn = 6n. ഇതാണ് ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. nth ടേം ആയത് 6n. മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. ഇവിടെ നമ്മൾ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനാണ് സീക്വൻസ് ആക്കി എഴുതിയത്. ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആദ്യം കള്ളി വരച്ച് നമുക്ക് സ്ഥാനവും ടേം എഴുതാം. സ്ഥാനം, പൊസിഷൻ, പദം, ടേം. ഫസ്റ്റ് പൊസിഷനിലെ ടേം 1, സെക്കൻഡ് പൊസിഷനിലെ ടേം 4, തേർഡ് പൊസിഷനിലെ ടേം 9, ഫോർത്ത് പൊസിഷനിലെ ടേം 16. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? nth പൊസിഷനിലെ ടേം, എന്നാം പദം, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പൊ ഈ സീക്വൻസിലെ നമ്പേഴ്സ് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഫസ്റ്റ് ടേം ഏതാ? 1 നമുക്ക് 1² എഴുതിക്കൂടെ? ദെൻ സെക്കൻഡ് ടേം ഏതാ? 4 എങ്ങനെ എഴുതാം? 2². ദെൻ തേർഡ് പൊസിഷനിലെ ടേം ഏതാ? 9 എന്ന് പറഞ്ഞാൽ 3². Then fourth question letter 16 എന്ന് പറഞ്ഞാൽ 4². നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? nth പൊസിഷനിലുള്ള ടേമാ. അപ്പൊ nth പൊസിഷനിലുള്ള
എന്തായിരിക്കും n സ്ക്വയർ. ഫോർത്ത് പൊസിഷനിലെ ടേം 4 സ്ക്വയർ, തേർഡ് പൊസിഷനിലെ ടേം 3 സ്ക്വയർ. അപ്പൊ nth പൊസിഷനിലെ ടേം എന്താ n സ്ക്വയർ. അപ്പൊ n സ്ക്വയർ ആണ് ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ ബീജഗണിത രൂപം. അപ്പൊ ബീജഗണിത രൂപം ഉപയോഗിച്ചാൽ എന്താ പ്രത്യേകത? ഈ ബീജഗണിത രൂപം ഉപയോഗിച്ച് ഈ സീക്വൻസിലെ ഏത് ടേം വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പൊ നിങ്ങൾക്ക് ഈ സീക്വൻസിലെ 25ാമത്തെ ടേം കണ്ടെത്തണം എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എക്സ്. ഇപ്പൊ ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ xn = n സ്ക്വയർ. ഇതാണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ. അപ്പൊ ഇതിന്റെ 25ാമത്തെ ടേം എങ്ങനെ എഴുതാം? x 25. എന്നിന് പകരം 25 കൊടുക്കണം. 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 25 625. അപ്പൊ നിങ്ങൾക്ക് ഈ സീക്വൻസിലെ 100ാമത്തെ പദം കണ്ടെത്തണം വിചാരിച്ചോ. അപ്പൊ എന്ത് കാണണം? x100. x100 എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ. 100 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 100 ഇൻറ്റു 100. ഇനി ഈ സീക്വൻസിലെ 9ാമത്തെ പദം കണ്ടെത്താൻ വിചാരിച്ചു. അപ്പൊ എങ്ങനെ എഴുതും? x9. 9 സ്ക്വയർ. 9 സ്ക്വയർ എത്രയാ? 81. അപ്പൊ ഈ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ഈ സീക്വൻസിലെ എത്രാമത്തെ പദം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. n-ന് പകരം ഓരോ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. 6ാമത്തെ ടേം ആണെങ്കിൽ n-ന് പകരം 6 ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. 2 6 12 20. സ്ഥാനം, പൊസിഷൻ, പദം, ടേം ആക്കി നമുക്ക് മാറ്റി എഴുതാം. ഫസ്റ്റ് പൊസിഷനിൽ ഏതാ? 2. സെക്കൻഡ് പൊസിഷനിൽ 6. തേർഡ് പൊസിഷനിൽ 12. ഫോർത്ത് പൊസിഷനിൽ 20. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാ? nth പൊസിഷനിലെ ടേം ആണ്, അതായത് ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഫസ്റ്റ് പൊസിഷനിലെ ടേം 2 അല്ലേ? 2 നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 2. സെക്കൻഡ് പൊസിഷനിലെ ടേം ഏതാ? 6 അല്ലേ? 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3. തേർഡ് പൊസിഷനിലെ ടേം ഏതാ? 12 അല്ലേ? 12 നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് പൊസിഷനിലെ ടേം 12. 3 ഇൻറ്റു 4. ഫോർത്ത് പൊസിഷനിലെ ടേം ഏതാ? 20. 20 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 5. നമുക്ക് കാണേണ്ടത് ഏതാ? nth പൊസിഷനിലെ ടേം അല്ലേ? n-ാമത്തെ പദം. n-ാം പദം നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n പ്ലസ് 1. ഫോർത്ത് പൊസിഷനിലുള്ള ടേം 4 ഇൻറ്റു 5. 5 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1. അപ്പൊ nth പൊസിഷനിലുള്ള ടേം എന്തായിരിക്കും? n ഇൻറ്റു n പ്ലസ് 1. അപ്പൊ ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താ? xn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഇതാണ് ഈ സീക്വൻസിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ n-ാം പദം. സോ എന്താ എഴുതാം? n ഇൻറ്റു n പ്ലസ് 1. ഈ സീക്വൻസിലെ 30ാമത്തെ പദം കണ്ടെത്തണം. എന്ത് ചെയ്യണം? x30. x30 is equal to 30 into 30 plus 1. 30 into 31 equal to. So നമുക്ക് ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണിത്. അതിന് പൊസിഷനും ടേം ആക്കി നമുക്ക് കളിയിലേക്ക് എഴുതാം. ഫസ്റ്റ് പൊസിഷനിലെ ടേം ഏതാ? 1. സെക്കൻഡ് പൊസിഷനിലെ ടേം 1/2. തേർഡ് പൊസിഷനിലെ ടേം 1/3. ഫോർത്ത് പൊസിഷനിലെ ടേം ഏതാ? 1/4. സോറി, ഫോർത്ത് പൊസിഷനിലെ ടേം 1/4. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാ? nth പൊസിഷനിലെ ടേം. nth പൊസിഷനിലെ ടേം ഏതായിരിക്കും? ഫോർത്ത് പൊസിഷനിലെ 1/4. അപ്പൊ nth പൊസിഷനിൽ ഏതായിരിക്കും? 1/n. അപ്പൊ ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് നേരിട്ട് കിട്ടിയില്ലേ? xn is equal to 1/n. ഇതാണ് ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഈ സീക്വൻസിലെ 30ാമത്തെ ടേം എത്രയായിരിക്കും? x30 equal to 1/30. ഇതിൽ 29ാമത്തെ ടേം എന്തായിരിക്കും? x29 equal to 1/29. അപ്പൊ ആൽജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിയാൽ അതിൽ ഏത് ടേം ആണെങ്കിലും കണ്ടെത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമുക്ക് ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. ഇവിടെ ഈ സീക്വൻസിലെ ചില ടേംസ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലാണ് തന്നത്. അത് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നാക്കി മാറ്റണം. ഫസ്റ്റ് ടേം 1.
then ഏതാ കിട്ടിയ 1/2 അല്ലേ? 1/2 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക? ആദ്യം 1/2 ചെയ്യാം. 1/2 ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ 1 ആഡ് ചെയ്യാം ബൈ ഈ 2 തന്നെ എഴുതുക. അപ്പൊ എത്രയാ? 1/2 2, 2 + 1 3, 3/2. ഡിനോമിനേറ്റർ ഛേദം e2 തന്നെ. then next term ഏതാ? ഇത് 3/2 എഴുതി. next 2 തന്നെ. then 2/1/2. 2/1/2 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ആദ്യം ഈ 2 × 2 ചെയ്യാം. then അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 × 2 4, 4 + 1 5, 5/2. then next എങ്ങനെയാ? next അപ്പോൾ 5/2 എഴുതി. നെക്സ്റ്റ് ടേം 3 ആണ്. അടുത്ത ടേം 3/1/2. 3/1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 6, 6 + 1 7, 7/2. ഇത് നമുക്ക് കള്ളി വരച്ച് എഴുതാം. ഇവിടെ നമ്മൾ കോഫിഷ്യന്റ് ടേം ആക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സീക്വൻസിന്റെ എല്ലാ ടേംസിനെയും നമ്മൾ ഡിനോമിനേറ്റർ, അതായത് ഛേദം 2 ആക്കി എഴുതണം. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാ? 1 അല്ലേ? 1 ഡിനോമിനേറ്റർ 2 ആക്കി നമുക്ക് എങ്ങനെ എഴുതാം? 2/2. then സെക്കൻഡ് ടേം 3/2, അതിന്റെ ഡിനോമിനേറ്റർ 2 തന്നെ. then തേർഡ് ടേം ഏതാ? 2 അല്ലേ? 2 ന്റെ ഡിനോമിനേറ്റർ 2 ആവുന്ന രീതിയിൽ 2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. നെക്സ്റ്റ് ഫോർത്ത് ടേം ഏതാ? 5/2. ഫിഫ്ത്ത് ടേം ഏതാ? 3. 3 നെ നമ്മൾ ഡിനോമിനേറ്റർ 2 ആവുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? 6/2. then സിക്സ്ത് ടേം ഏതാ? 7/2. നമുക്ക് എഴുതേണ്ട ഏതാ? nth ടേം. ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2/2. 2/2 എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറഞ്ഞാൽ 1 + 1 അല്ലേ? ഈ 1 + 1/2. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3/2. 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 + 1. അപ്പോൾ രണ്ടാമത്തെ ടേം 2 + 1/2. മൂന്നാമത്തെ ടേം 3 + 1/2. നാലാമത്തെ ടേം 4 + 1 5/2. അഞ്ചാമത്തെ ടേം 5 + 1 6/2. അപ്പോൾ എന്നാമത്തെ ടേം എന്തായിരിക്കും? n + 1/2. അപ്പോൾ ഈ സീക്വൻസിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താ? xn = n + 1/2. ഈ സീക്വൻസിലെ പത്താമത്തെ പദം നിങ്ങൾ എങ്ങനെ എഴുതുക? x10 = 10 + 1/2 = 11/2. ഈ സീക്വൻസിലെ 16ാമത്തെ ടേം നിങ്ങൾ എങ്ങനെ എഴുതുക? x16 = 16 + 1/2 17/2. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ് xn = n + 1/2. അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? ഈ സീക്വൻസ് നോക്കാം. 1 3 6 10. ഇത് നമുക്ക് പൊസിഷനിൽ ടേം ആക്കി മാറ്റി എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ടേം ഏതാ? 1. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ടേം 3. തേർഡ് ക്വസ്റ്റ്യനിലെ ടേം 6. ഫോർത്ത് ക്വസ്റ്റ്യനിലെ ടേം 10. നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാ? nth ക്വസ്റ്റ്യനിലെ ടേം, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ ടേംസിനെയും നമുക്ക് ഡിനോമിനേറ്റർ 2 ആവുന്ന രീതിയിൽ എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ് ടേം ഏതാ? 1 അല്ലേ? 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2/2. 1 × 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ. then സെക്കൻഡ് ടേം ഏതാ? 3. 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3/2. 2 × 3 എന്ന് പറഞ്ഞാൽ 6. 6/2 എന്ന് പറഞ്ഞാൽ 3 തന്നെ. then തേർഡ് ടേം ഏതാ? 6. 6 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4/2. 3 × 4 എത്രയാ? 12. 12/2 6. ഫോർത്ത് ടേം ഏതാ? 10. 10 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 5/2. 4 × 5 എന്ന് പറഞ്ഞാൽ 20. 20/2 10. അപ്പോൾ നമുക്ക് nth ടേം ആണ് എഴുതേണ്ടത്.
ഫോർത്ത് ടേമിൽ നമ്മൾ എഴുതിയ 4 ഇൻറ്റു 5/2, 4 ഇൻറ്റു 4 പ്ലസ് 1/2. തേർഡ് ടേമിൽ നമ്മൾ എഴുതിയ 3 ഇൻറ്റു 3 പ്ലസ് 1/2, 3 ഇൻറ്റു 4/2. അപ്പോൾ nth ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n പ്ലസ് 1/2. അതായത് ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് xn is equal to n into n plus 1/2. n into n plus 1/2. ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതിയ മനസ്സിലായില്ലേ? എളുപ്പമല്ലേ എഴുതാൻ?